ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന അടിപൊളി ഒരു ചെമ്മീൻ റോസ്റ്റുമായിട്ടാണ്. ഞങ്ങളുടെ നാട്ടിൽ കൊഞ്ചെന്നാണ് പറയുന്നത്. ഒരു കൊഞ്ച് റോസ്റ്റ് എൻ്റെ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 30ഓളം കൊഞ്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് നമ്മൾ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേവിച്ചെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് മസാലാസ് ആഡ് ചെയ്യണം. ഒരു 1/4 ടീസ്പൂണോളം അളവ് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂണോളം അളവ് നമ്മൾ മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 3/4 ടീസ്പൂണോളം അളവ് മല്ലിപ്പൊടി കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ചെറിയൊരു നെല്ലിക്ക അളവ് നമ്മൾ പുളിവെള്ളം നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. ഈ വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലാസൊക്കെ അതിൽ പിടിക്കത്തക്ക രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യുക. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പാകത്തിന് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. കൊഞ്ചിന് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇത് അടച്ച് വെച്ച് നമ്മൾ വേവിക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം അളവ് നമ്മൾ ഗരം മസാല കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗരം മസാലയുടെ ഫ്ലേവറൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക മണം തന്നെയായിരിക്കും. അപ്പോൾ ഈ മസാലാസൊക്കെ കിടന്ന് നന്നായിട്ട് വറ്റി നമ്മളിതിൽ വെള്ളം ഒന്നും കളയുന്നില്ല. ഈ വെള്ളം എല്ലാം വറ്റി ആ മസാലയായിട്ട് ആ കൊഞ്ചിലൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ ഒന്ന് പിടിച്ചിരിക്കണം. അപ്പോൾ ഇത് ഏതാണ്ട് നമ്മുടേത് വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇത് അടച്ച് വെച്ച് വേണം പ്രത്യേകം വേവിക്കാൻ. നമ്മുടേത് ഏതാണ്ട് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മാറ്റാം. എന്നിട്ട് ബാക്കി സാധനങ്ങളെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന് വേണ്ടി ഒരു കറിച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 ടീസ്പൂണോളം അളവ് വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില, ഒരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ട് നമ്മളിട്ട് നന്നായിട്ട് പൊട്ടിക്കുക. കടുക് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പൊട്ടി ആ കറിവേപ്പിലയുടെ മണമൊക്കെ വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ആ മണവും ഇല്ലേ, എണ്ണയിൽ കിടന്ന് മൂത്തിട്ടുള്ള ആ മണം വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് 2 മീഡിയം സൈസ് സവോളയാണ് എടുത്തിട്ടുള്ളത്. ആ 2 മീഡിയം സൈസ് സവോളയും എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സവോള നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ വേറെ കൂടുതൽ പച്ചമുളക് കൂടെ ആഡ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ മുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടുക. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സവോളയ്ക്ക് മാത്രം ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ നേരത്തെ കൊഞ്ച് വേവിച്ചപ്പോഴേക്കും അതിനാവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ അതിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഈ സവോളയ്ക്ക് മാത്രം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് മൂടി വെച്ച് വേവിക്കുമ്പോഴേക്കും സവാള നന്നായിട്ട് വെന്തുടഞ്ഞ് വരും. അപ്പം ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചട്ടിയുടെയൊക്കെ അടിയിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെക്കുക. 1 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ സവോളയ്ക്ക് ഏതാണ്ട് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മസാല ഐറ്റംസൊക്കെ നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം അളവ് മഞ്ഞൾപ്പൊടിയാണ് ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ടൊരു 3/4 ടീസ്പൂണോളം അളവ് നമ്മൾ മല്ലിപ്പൊടി കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 ടീസ്പൂണോളം അളവ് മുളക് പൊടി കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 1/4 ടീസ്പൂണോളം അളവ് കുരുമുളക് പൊടി കൂടി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം അളവ് ഗരം മസാല കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുക. മസാലാസിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, അടിക്ക് ഇത് മസാലാസ് ഒന്നും കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 മീഡിയം സൈസ് ടൊമാറ്റോ ഞാൻ നന്നായിട്ട് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ടൊമാറ്റോയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിടക്കണം. ഇങ്ങനെ പീസായിട്ട് കിടക്കാൻ പാടില്ല. നന്നായിട്ട് വെന്തുടഞ്ഞ് അതിലോട്ട് അഴുകി ചേരണം. അപ്പോൾ ഇത് ഏതാണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതാണ്ട് നമ്മുടെ ടൊമാറ്റോയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കൊഞ്ചിൻ്റെ ആ മസാല നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. എന്നാലേ അതിൻ്റെ ആ സവോളയുടെയും കൊഞ്ചിൻ്റെയൊക്കെ ഒരു
മിശ്രിതമായിട്ട് അതൊന്ന് ചേർന്ന് ഇണങ്ങത്തുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നമ്മൾ നോക്കുമ്പോഴേക്കും ഏതാണ്ട് അതിൽ എണ്ണയൊക്കെ ഇങ്ങനെ ഒരു സൈഡിലൊന്ന് തെളിഞ്ഞ് വരുന്നതായിട്ട് തോന്നും. നമുക്കിതാ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഓൾ. ബൈ ബൈ.